ഇതാണ് എന്ത് ബത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ, കുമ്മട്ടിങ്ങ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിന് പല പേരുള്ള പോലെ അറബിയിൽ പല പേര് പറയും. ബിത്തീഖ് എന്ന് ഫുസ്ഹ അറബിയിൽ പറയാറുണ്ട്. ചില രാജ്യത്തെ ബിത്തീഖ് സ്വീറ്റ് മെല്ലാണ്. ഇത് തന്നെ ഇമറാത്തിൽ പറയാം യഹ് എന്നാണ്. യഹ്, ഈ യഹ് തന്നെ ഒമാനിൽ പോയി കഴിഞ്ഞാൽ ജഹ് എന്ന് പറയാനുണ്ട്. ജഹ്. ഇനി കുവൈത്തിൽ ഇതിൻ്റെ പേര് കേൾക്കണം, റഗ്ഗി. റഗ്ഗി എന്നാണ് കുവൈത്തിൽ പറയാം. സൗദിയിലെത്തി കഴിഞ്ഞാൽ ആൾ മാറി ഹബ് ഹബ്. അപ്പോൾ ഈ ഹബ് ഹബ്, റഗ്ഗി, യഹ്, ബത്തീഖ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ ഈ ബത്തഖയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഡയലക്റ്റുകളിലുള്ള വ്യത്യാസം വരുന്നത്. ഓരോ രാജ്യത്തും പല സാധനങ്ങളും വ്യത്യസ്തമായ ഡയലക്റ്റ് ഉപയോഗിക്കും. ഏത് ഡയലക്റ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വ്യത്യസ്തമായ ഡയലക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ ഗൂഗിൾ മീറ്റിലൂടെയും വാട്സാപ്പിലൂടെയും ആപ്പിലൂടെയൊക്കെ വളരെ രസകരമായ രീതിയിൽ അറബി ഭാഷ പഠിക്കാം. അപ്പോൾ അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക. Helping millions achieve their dream in the GCC.